നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. പാലക്കാട് അഞ്ചുവിളക്കിൽ ഐക്യദാർഢ്യ സംഗമം. വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും CPI അനുകൂല യൂണിയനുകളും സമരരംഗത്ത്. AITUC നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കൊപ്പം ആമയൂർ സ്വദേശി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആമയൂർ കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം. മുള്ളൂർക്കരയിൽ സ്വത്തുതർക്കത്തെ തുടർന്ന് മകളെയും ഭർത്താവിനെയും ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരൻ അറസ്റ്റിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മർ. കൂനത്തറയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് വാഹനത്തിലുണ്ടായിരുന്ന 8 വയസ്സുകാരന് ഗുരുതര പരിക്ക്. കുട്ടിയെ വാണിയംകുളത്തെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ നടപടിയുമായി പോലീസ്. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ അടിച്ചമർത്താനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തെ ആശാ വർക്കർമാരുടെ സമരം 1 മാസം എത്തിയിട്ടും സർക്കാർ അനുനയത്തിന് ശ്രമിക്കാത്തത് ധിക്കാരപരമാണ്. സമരത്തെ അവഹേളിക്കാനും ഗതി തിരിച്ചുവിടാനുമാണ് സർക്കാരും CPM-ഉം ശ്രമിക്കുന്നത്. അനാവശ്യ സമരങ്ങൾ നടത്തി കേരളത്തെ രക്തരൂക്ഷിതമാക്കിയവർക്ക് സമരങ്ങളോടുള്ള പുച്ഛം സർക്കാരിൻ്റെ അടിത്തറ ഇളക്കുമെന്നും ആശാ വർക്കേഴ്സ് കോൺഗ്രസ് വ്യക്തമാക്കി. അഞ്ചുവിളക്കിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സമീന അധ്യക്ഷത വഹിച്ചു. സുജാത, മിനി, അനുപമ, മുകേഷ് കുമാർ, നാരായണൻ, അനിൽ ബാലൻ, രമേഷ്, ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂനത്തറയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് ഓട്ടോയിലുണ്ടായിരുന്ന 8 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9 മണിയോടെ കൂനത്തറ ഷൊർണൂർ റോഡിലാണ് അപകടം. ആര്യങ്കാവ് ക്ഷേത്രമൈതാനത്തെ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീഴുകയായിരുന്നു. ചുടുവാലത്തൂർ സ്വദേശി സതീശന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് മരം വീണത്. ഓട്ടോ പൂർണ്ണമായും തകർന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും 8 വയസ്സുകാരൻ മകൻ ആശീർവാദിനും പരിക്കേറ്റു. പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ആദ്യം ലഭിച്ച വിവരം. എന്നാൽ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ പരിക്കുകൾ സാരമുള്ളതാണെന്ന വിവരം ലഭിച്ചത്. താടിയലിന് ക്ഷതമേറ്റിട്ടുണ്ട്. തലച്ചോറിനും നേരിയ ക്ഷതമേറ്റതായാണ് ആദ്യഘട്ട പരിശോധനയിൽ ലഭ്യമായ വിവരം. ആര്യങ്കാവ് ക്ഷേത്രം ഗ്രൗണ്ടിലെ പല ഉണങ്ങിയ മരങ്ങളും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട്. ഇവ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ആവർത്തിക്കുമെന്ന് കൗൺസിലർ പ്രസാദ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആശാ വർക്കർമാരുടെ വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ AITUC പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. AITUC സംസ്ഥാന കമ്മിറ്റി അംഗം K. മല്ലിക സമരം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ വേതന വർധനവ് ഔദാര്യമല്ലെന്നും അവകാശം അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത AITUC സംസ്ഥാന കമ്മിറ്റി അംഗം K. മല്ലിക ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധത അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങളാണ്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. സ്വന്തം ജോലിക്ക് പുറമെ അധിക ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കർമാരും അംഗൻവാടി ജീവനക്കാരും. ഇവരുടെ വേതന വർധനവ് LDF പ്രകടന പത്രികയിലുള്ളതാണെന്ന് മല്ലിക ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ വളരെ വിചിത്രമായ ന്യായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർ ജീവനക്കാരല്ല, അവർ വളണ്ടിയർമാരാണ് എന്നുള്ളത്. ഈ വളണ്ടിയർമാരാണ് ഇപ്പോൾ നമ്മൾക്കറിയാം, കോവിഡ് മഹാമാരി സമയത്ത് ഈ കേരളത്തിലെന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനും ഏറ്റവും നല്ല സേവനം നടത്തിയത് ഈ ആശാ വർക്കർമാരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രോഗികളായ ആളുകളുടെ വീടുകളിൽ പോവുകയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് മരുന്ന് എത്തിക്കുകയും അവരുടെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ആസ്പത്രിയിൽ എത്തിക്കാനും എല്ലാം യത്നിച്ചിട്ടുള്ളത് ഈ ആശാ വർക്കർമാരാണ്.
അവരെ വേൾഡ് ഫെഡറേഷൻ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ആശാവർക്കർമാരാണ് ഏറ്റവും നല്ല സേവനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതും അതിന് വലിയ അവാർഡുകളുമൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അവാർഡുകൾ കൊണ്ട് വയറു നിറയില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. ഇപ്പോഴും ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകുന്ന തുക എന്ന് പറയുന്നത് തുച്ഛമാണ്. 2500 രൂപയോളമേ കേന്ദ്ര സർക്കാർ ഈ ആശാവർക്കർമാർക്ക് നൽകുന്നുള്ളൂ. ബാക്കി പണം 2000 രൂപ ഇൻസെൻറ്റീവായിട്ടും 2000 രൂപ ഓണറേറിയോ, ബാക്കി അവർക്ക് 9000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ തുക നൽകുന്നത് കേരള സർക്കാരാണ്. സമരങ്ങളെ അവജ്ഞയോടെ കാണുന്ന സമീപനം AITUC-ക്കില്ലെന്നും കെ മല്ലിക പറഞ്ഞു. പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. KC ജയപാലൻ, M ഹരിദാസ്, B പ്രമിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയ പ്രതി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. കൊപ്പമാമയൂർ സ്വദേശി കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. 1 കോടി 6 ലക്ഷം രൂപയാണ് ഇയാൾ പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്തത്. സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. നിർധനരായ ആളുകളുടെ അക്കൗണ്ട് വഴിയാണ് പ്രതി പണം തട്ടിയെടുത്തത്. ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നിർധനരുടെ അക്കൗണ്ട് വഴി പ്രതി വൻ തുക അക്കൗണ്ടിലേക്ക് കൈമാറിയത്. കൈമാറുന്ന വൻതുകയിൽ നിന്നും കുറച്ചു പണം ചികിത്സാ സഹായത്തിന് നൽകി ബാക്കി തുക പിൻവലിക്കുകയാണ് പ്രതിയുടെ രീതി. സംഭവത്തിന് പിന്നിൽ റാക്കറ്റ് ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകളുടെ ഭർത്താവിനെ ആക്രമിക്കുകയും മകളെ ഉപദ്രവിക്കുകയും വീട്ടിലുണ്ടായിരുന്ന കാറും ബൈക്കും തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ തൊടി വീട്ടിൽ ഉമ്മറിനെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 38 വയസ്സുള്ള മുഹമ്മദ് റാഫിനെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. ഉമ്മർ മുഹമ്മദ് റാഫിന്റെ വീട്ടിലെത്തുകയും തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ മുഹമ്മദ് റാഫിനെയും സ്വന്തം മകളെയും പേരക്കുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും തല്ലി തകർക്കുകയും ചെയ്തു. ബഹളത്തെ തുടർന്ന് നാട്ടുകാരാണ് ഉമ്മറിനെ പോലീസിൽ ഏൽപ്പിച്ചത്. നാട്ടുകാർ ചേർന്ന് മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിക്കടുത്ത് വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ സുരക്ഷാ നടപടികളുമായി പോലീസ്. കഴിഞ്ഞ ദിവസം ഇവിടെ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരുന്നു. അപകട മേഖലയിൽ പട്ടാമ്പി പോലീസ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2 മൈൽസ് സ്ഥിരം അപകട മേഖലയാണ്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ഇവിടെ വെച്ച് യുവാവ് മരണപ്പെട്ടിരുന്നു. അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി പോലീസ് അപകട മേഖലയിൽ മുന്നറിയിപ്പ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം കാറിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലിടിച്ചാണ് യുവാവ് മരണപ്പെട്ടത്. മുമ്പും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കൊടും വളവും വീതി കുറവുമാണ് ഇവിടെ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത്. വാഹനങ്ങൾ അമിത വേഗത്തിലെത്തുമ്പോൾ കൊടും വളവിൽ നിയന്ത്രണം തെറ്റുന്നത് പതിവാണ്. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിർമ്മാണ മേഖലയെ സർക്കാർ വേണ്ടവിധം പരിഗണിക്കുന്നില്ലെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ. പാലക്കാട്ട് CWSA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് പിടിച്ചു നിർത്തുകയും നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ മേഖല നിലനിൽക്കാൻ പ്രയാസം നേരിടുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. സുതാര്യമായ നിയമങ്ങളിലൂടെ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും വേണം. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഈ മേഖലയിൽ സർക്കാർ വേണ്ടവിധം ഇടപെടുന്നില്ല. തൊഴിലാളി വിഹിതത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണ്. നിർമ്മാണ മേഖലയിലെ കുത്തകവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PC വിജു, KP ശശി, വൈസ് പ്രസിഡന്റ് രാജാമണി, K ചന്ദ്രൻ, ബിജു ചാർലി, V ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ നിയമവ്യവസ്ഥകൾ എന്ന വിഷയത്തിൽ കൊഴിഞ്ഞാമ്പാറ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ K മുബീന ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് സമ്മേളനം പെരിങ്ങോട്ടുകുറിശിയിൽ നടന്നു.
തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. AKLWA യൂണിറ്റ് പ്രസിഡന്റ് സുനേഷ് ചൂനല്ലൂർ അധ്യക്ഷത വഹിച്ചു. ശ്രീജേഷ് MK അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് T. അപ്പുണ്ണി, ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് നാരായണൻ, ജില്ലാ ട്രഷറർ CP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി EK അശോകൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മബികുമാർ വരവ് ചെലവ് കണക്കും ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് നാരായണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ CP രാധാകൃഷ്ണൻ, ജില്ലാ ഓർഗനൈസർ ജയേഷ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് അകലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP സാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് ശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. മോഹനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ, ജില്ലാ ITA കൺവീനർ ശങ്കരനാരായണൻ, അസിസ്റ്റന്റ് കൺവീനർ മുഹമ്മദ് ഷാഫി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രമേയ അവതരണവും ചർച്ചയും നടന്നു. ആലത്തൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S. സജിത് പഠന ക്ലാസ് നയിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് സമുദായാംഗങ്ങളുടെ വിദ്യാഭ്യാസ ജോലി ആവശ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെന്ന് പെരുംകൊല്ല ക്ഷേമ സമാജം. കൊല്ലൻ സമുദായം പ്രാദേശികമായി വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ തടസ്സമാകുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങളെ ഏകീകരിച്ച് പെരുംകൊല്ലനാക്കി ഉത്തരവിറക്കണമെന്ന അപേക്ഷകൾ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ല സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം അനുകൂല ലഭ്യതയ്ക്കായി SC വിഭാഗത്തിൽപ്പെട്ട കടയൻ സമുദായത്തിലേക്ക് 1960 കുടിയേറിയതും പ്രശ്നമായി. ഇത് പരിഹരിക്കപ്പെടണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടു. സമുദായത്തിന്റെ ചരിത്ര വസ്തുതകൾ ഉൾപ്പെടുത്തി കിത്താഡ്സിനും പരാതി നൽകിയെങ്കിലും വിജിലൻസ് വിഭാഗത്തിന്റെ പരാമർശവും വിലങ്ങുതടിയായി. വിവിധ പേരുകളിൽ പ്രാദേശിക തലങ്ങളിൽ അറിയപ്പെടുന്നതും സമുദായ പേരിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാകാത്തതും മൂലം വിദ്യാഭ്യാസ ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും 1993 മുതൽ തടയപ്പെട്ടിരിക്കുകയാണ്. വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പോലും ഉദ്യോഗസ്ഥർ കിത്താഡ്സിലേക്ക് കൈമാറുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സമുദായ പേരിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അനുകൂല ലഭ്യതയ്ക്കായി സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പഠിക്കുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിനോ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ അത് അധികാരികൾ അനുവദിച്ചു തരുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം വ്യത്യസ്ത ജാതി പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് ഗവൺമെന്റ് 2010 മുതൽ വന്നത് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് നടപടി എടുക്കണം എന്നത് വിളിച്ചു കൂട്ടിയിട്ട് ഒരു എന്താ പറയാ, നമ്മളൊരു വഴിപാട് നടത്തുന്ന രീതിയിൽ വന്നിട്ടുള്ള ഇതിന് നടപടിക്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സർക്കാരിലേക്ക് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ വന്നിട്ട് അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു ജാതി, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് മറ്റൊരു ജാതി, 4-5 പേരിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. പെരുംകൊല്ലൻ, തോൽക്കൊല്ലൻ, കൊല്ലൻ, പെരുംകൊല്ലൻ, പരിശക്കൊല്ലൻ. ഇതിന് പുറമെ കടയിൽ നിന്ന് തെറ്റായി ജാതി രേഖപ്പെടുത്തിയവരുണ്ട്, ചക്ലിയിൽ നിന്ന് തെറ്റായി ജാതി രേഖപ്പെടുത്തിയവരുണ്ട് ആനുകൂല്യത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തിയില്ല. പക്ഷെ ഇത് ക്ലിയർ ചെയ്തത് പെരുംകൊല്ലൻ എന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ പെരുംകൊല്ലന്മാര് ഈ പറയപ്പെടുന്ന ഈ വ്യത്യസ്ത പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ പെരുംകൊല്ലൻ, തോൽക്കൊല്ലൻ, പരിശക്കൊല്ലൻ എന്നീ പേരിൽ അറിയപ്പെടുന്നവരൊക്കെ പെരുംകൊല്ലൻ സമുദായക്കാരാണ്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടി കഴിയുന്നവരാണ്. അങ്ങോട്ട് രക്തബന്ധമുള്ളത് അതുമാതിരി കെട്ടുബന്ധങ്ങൾ തെറ്റാൻ നിലനിന്ന് പോകുന്ന ഈ കേരള സമൂഹത്തിൽ. ജില്ലാ പ്രസിഡന്റ് AK കുഞ്ഞുണ്ണി, സെക്രട്ടറി V. ബാലസുബ്രഹ്മണ്യൻ, K. ബാബു, സനൽകുമാർ, AP സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് വേല വർണ്ണാഭമായി. നൂറുകണക്കിന് ഉത്സവ പ്രേമികൾ ആഘോഷത്തിൽ പങ്കെടുത്തു. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുമായി ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തി. കൂട്ടപ്പുര, കൂട്ടാല, കുനിയമ്പാടം, വടക്കുംമുറി, കാപ്പിൽക്കുന്ന്, തെക്കുംമുറി യുവജന സമിതി എന്നീ വേലകളാണ് ക്ഷേത്ര മൈതാനത്തിൽ അണിനിരന്നത്. ഇരട്ടക്കാള, തെയ്യം, ബാൻഡ് വാദ്യം, പൂക്കാവടി, വിവിധ വേഷങ്ങൾ എന്നിവ ദേശവേലയ്ക്ക് അകമ്പടിയായി.
രാവിലെ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വാദ്യകലാകാരന്മാർ അവതരിപ്പിച്ച മേളവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച വടക്കുംമുറി യുവജന സമിതിയുടെ ഗാനമേളയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി നാരായണൻകുട്ടി, കൃഷ്ണൻ കൂട്ടാല, രാധാകൃഷ്ണൻ, കണ്ണമണി, വത്സലകുമാർ, ചന്ദ്രൻ, മാനേജർ കൃഷ്ണദാസ് എന്നിവരാണ് ഉത്സവത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റെയിൽവേ ഷൊർണൂർ സെക്ഷൻ സ്ത്രീ ജീവനക്കാരുടെ കൂട്ടായ്മ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. അർജുന അവാർഡ് ജേതാവ് ടിൻഡു ലൂക്ക ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഷൊർണൂർ സെക്ഷനിലുള്ള വനിതാ ജീവനക്കാരുടെ കൂട്ടായ്മയായ വിമൻ എംപവർമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിൽ വനിതാ ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. അർജുന അവാർഡ് ജേതാവും പാലക്കാട് ഡിവിഷൻ ഉദ്യോഗസ്ഥയുമായ ടിൻഡു ലൂക്ക ഉദ്ഘാടനം ചെയ്തു. മകളോ മകനോ ആരാണോ ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത് അവരെ ഒരു സ്പോർട്സ് താരമാക്കണം, മമ്മിക്ക് ആകാൻ പറ്റാത്തത് ആക്കണമെന്ന്. അപ്പോൾ മമ്മിയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ശരിക്കും ഞാൻ സ്പോർട്സിലേക്ക് വരുന്നതൊക്കെ. പക്ഷെ മമ്മിയുടെ ആഗ്രഹം കൂടുതൽ എന്താ പറയുക, കൂടുതൽ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സൂപ്പർ വുമണിൻ്റെ കയ്യിലേക്ക് എത്തിയത് കൊണ്ടാണ്, ഉഷാമേഡത്തിൻ്റെ കയ്യിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ലൈഫ് എന്താ പറയുക, നോർമൽ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു 30 ഒക്കെ ആയപ്പോഴത്തേനും ഒരു സൂപ്പർ വുമണിലേക്ക് മാറാൻ സാധിച്ചു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. എൽ മാധുരി അധ്യക്ഷത വഹിച്ചു. കെ രേഷ്മ സ്വാഗതം പറഞ്ഞു. റെയിൽവേ അഡീഷണൽ ഫിനാൻസ് മാനേജർ PR രാജശ്രീ, RPF പോസ്റ്റ് കമാൻഡർ ക്ലാരി വത്സ എന്നിവർ പ്രസംഗിച്ചു. വനിതകളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലപ്പുറം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ 95-ാം വാർഷികം ആഘോഷിച്ചു. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഗിരിജ സ്വാഗതവും അധ്യാപിക സുനിത നന്ദിയും പറഞ്ഞു. അധ്യാപകരെ ആദരിക്കൽ, സ്പെഷ്യൽ യൂണിഫോം വിതരണം, മ്യൂസിക് വൈബ്സിന്റെ ഗാനമേള, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. പാലക്കാട് അഞ്ചുവിളക്കിൽ ഐക്യദാർഢ്യ സംഗമം. വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും CPI അനുകൂല യൂണിയനുകളും സമരരംഗത്ത്. AITUC നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കൊപ്പം ആമയൂർ സ്വദേശി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആമയൂർ കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം. മുള്ളൂർക്കരയിൽ സ്വത്തുതർക്കത്തെ തുടർന്ന് മകളെയും ഭർത്താവിനെയും ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരൻ അറസ്റ്റിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മർ. കൂനത്തറയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് വാഹനത്തിലുണ്ടായിരുന്ന 8 വയസ്സുകാരന് ഗുരുതര പരിക്ക്. കുട്ടിയെ വാണിയംകുളത്തെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ നടപടിയുമായി പോലീസ്. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.